ഇന്ന് ഖത്തറിലെ മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് കാണട്ടെ, നമ്മുടെ വീഡിയോ വഴി എല്ലാവരും കാണട്ടെ അവിടെ മഴ പെയ്യുന്നൊരു സീന് അല്ലേ. ഇപ്പോൾ സിഗ്നലിലാണ്. ഇന്നിപ്പോൾ മൊത്തം നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. വിചാരിക്കും പോലല്ല. അപ്പോൾ നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ആകാശമൊക്കെ ആകെ മാറിയേക്കണ്. സാധാരണ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുള്ളൂ സീനൊക്കെ. ഇങ്ങനെ കുറച്ച് നേരം മാറിപ്പോകുന്നതാണ്. ഇത് എങ്ങനെ നോക്കിയാലും മൊത്തത്തിൽ ആകെ ലുലുവിൻ്റെ അവിടെ നല്ല മഴക്കാറ ഫുള്ളായിട്ട്. നമ്മുടെ റയ്യാൻ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമ്പ സൂപ്പർ മഴയ്ക്കുള്ള നല്ല ചാൻസ് അല്ലേ. നല്ല അടിപൊളി മഴയുടെ സീനാണ്. ഇങ്ങനെ ഒരു മഴക്കാറ് ഞാനും കണ്ടിട്ടില്ല ഇത്ര വർഷമായിട്ടല്ലേ. നാട്ടില് ഭയങ്കര ചൂടാണെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ മഴ ഞാൻ ഫുള്ള് കൊള്ളേണ്ട വരും. ഞാൻ ആൽക്കോറിൽ ഇവിടെ പൂണിഷമാലിലേക്ക് പോവാണ്. എന്തായാലും ഈ മഴ ഫുള്ള് എനിക്ക് കിട്ടും. സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇത് പെയ്താൽ തന്നെ ഇപ്പം പാലത്തിൻ്റെ അടിയിലേക്കൊന്നും പോകാൻ പറ്റൂല. ഞാൻ പോകുന്ന വഴിയായിട്ട് വരില്ല. പിന്നെ എനിക്ക് തിരിച്ചു വരണോടത്ത് വെള്ളക്കെട്ട് കിട്ടും? ഇല്ല വെള്ളക്കെട്ട് കിട്ടൂല. ഇപ്പം ഈ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഈ ഇറങ്ങാൻ പോകുന്ന പാലത്തിൻ്റെ അടിയിലൊക്കെ അത് ഒരു 4 5 വെള്ളം ഉണ്ടാവും അതിൻ്റെ അടിയിൽ. ഇപ്പോഴല്ല, ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ, ഈ മഴ പെയ്താൽ നമുക്ക് മേഘാകൃതമായിട്ടിരിക്കണം. അപ്പോൾ അതിനാണ് അവിടെ ടാങ്കറൊക്കെ കൊണ്ട് നിർത്തിയേക്കണുണ്ടോ? അല്ല, ടാങ്കർ നിർത്തിയേക്കണുണ്ട് അപ്പുറത്ത് നമ്മുടെ തായ്ഫിൻ്റെ അവിടെ. ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ശരിക്കും. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വെള്ളം കയറും. ഈ പാലം അടി ഒന്നും പോകാൻ പറ്റൂല. ഇത് ഫുള്ളായിട്ട് ടച്ചാവും മേലയിൽ. മോട്ടറുകളൊക്കെ വെച്ചിട്ടുണ്ട് അടിച്ച് ഇതാക്കാനായിട്ട്. ഞാനുണ്ട് അപ്പുറത്ത് നിൽക്കണ ഇതിന്റെ ഇടയിൽ കൂടെ. ഇത് അവിടെ ടാങ്കർ കൊണ്ട് നിരത്തിയേക്കണുണ്ട് അവിടെ നമ്മുടെ ലോണ്ടറിയുടെ അവിടെ. എത്ര ഒരു 10-15 ടാങ്കർ നിരത്തി നിർത്തിയിട്ടുണ്ട്. അവര് മുൻകൂട്ടി കണ്ടിക്കണ്. ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുള്ളൂ. ഷെയ്ഖിന്റെ മജ്‌ലിസ് കാണാൻ നല്ല ഭംഗി. ഇങ്ങനെ ഒരു സീൻ നാട്ടിലാ കണ്ടിട്ടുള്ളൂ. ഗൾഫ് രാജ്യത്ത് അത് നോക്കിയ പോലെ ഇരുട്ട് കുത്തി. നമ്മക്കൊക്കെ ഇത് ഭയങ്കര ഇതാണ്, അതിശയാണ്. കാരണം ഇങ്ങനെയൊന്നും വരാൻ പാടില്ലാത്തതാണ്. കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ വരിക. ഇവിടെ ഇത് വരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ 1 മണിക്കൂർ മഴ നിൽക്കാതെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് മൊത്തം വെള്ളത്തിലായിരിക്കും. സീൻ കേട്ടാ, പേടിയാവണ് കണ്ടിട്ട്. സാധാരണ ഇങ്ങനെ മഴക്കാറ് വന്നാൽ പേടിക്കാത്തതാണ്. ഇതൊക്കെയാണ് പേടിയാവും. ഭയങ്കര ഇരുട്ടായി വരുന്നു. അതാ സൗദിയുടെ ഭാഗത്താണ് ഇപ്പൊ കാണുന്നത് അല്ലേ. സൗദി അല്ലേ കാറ്റത്ത്? സൗദിയുടെ ബോർഡറിലാണ് കാണുന്നത്. ബോർഡറിനൊക്കെ ആ സൈഡിലൊക്കെയാണ് നല്ല മഴ. ദുബായിലും ഒമാനിലൊക്കെ ഒരു കുടുംബത്തിൽ 6 പേരെ കണ്ടു വെച്ചിട്ടുണ്ട്. പറഞ്ഞു ഉരുണ്ട് പുക പൊങ്ങണായിട്ടാണ് പൊന്തി വരുന്നത്. ഞാൻ തിരിച്ചു പോന്നു. കാരണം ഷമാൻ റോഡ് മേലേക്ക് കയറാൻ പറ്റില്ല വണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നാളൊക്കെ ഉണ്ടാവാത്തൊരു മഴക്കാറും മഴയാണ്. ഇപ്പോൾ വരുമ്പോൾ തന്നെ
കാറ്റടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ട് വരെ പൊങ്ങുന്ന രീതിയിലാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ അവിടെ ഷമാർ റോഡ് മേൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തും മരുഭൂമിയല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളുടെ പോക്കൊക്കെ ക്യാൻസലായി. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസിനെ അവിടെ വിടണമില്ല. അത് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഫുള്ള് ക്യാമറകളാണ്. ഇപ്പോൾ ഒന്നാമത്തത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മൊബൈലും കൂടെ എടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ അവർ ഫൈൻ അടിക്കും. അത് കാരണം ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നിർത്തുകയാണ് വീഡിയോ.